നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവയിൽ ചികിത്സാ പിഴവ്. കുട്ടിയുടെ മരണത്തിൽ കുടുംബം നീതി തേടുന്നു. ബീച്ചോളിമിലെ കൽപ്പക കൾച്ചറൽ അസോസിയേഷന്റെ അംഗങ്ങളായ സുനിൽ കുമാർ, സൗമ്യ ദമ്പതികളുടെ ഏക മകളും മലയാളം മിഷൻ ഗോവ ചാപ്റ്റർ മപ്സ പഠന കേന്ദ്രത്തിലെ നീലക്കുറിഞ്ഞി വിദ്യാർത്ഥിനിയുമായ കുമാരി സൗഭാഗ്യ സുനിൽ അന്തരിച്ചു. ഓൾഡ് ഗോവയിലെ ഹെൽത്ത് ബേ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മെയ് 25-ന് വെളുപ്പിനെയാണ് ദുഃഖകരമായ വേർപാട്. മപ്സ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ +1 വിദ്യാർത്ഥിനിയായിരുന്ന സൗഭാഗ്യ +2 പ്രവേശിക്കാനിരിക്കെയായിരുന്നു മരണം. ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് കുട്ടിയുടെ അമ്മ ആരോപിക്കുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുന്നുണ്ട്. കുട്ടിയുടെ കുടുംബം പറയുന്നതനുസരിച്ച് കുട്ടിയെ ആദ്യം അഡ്മിറ്റ് ചെയ്ത പനാജിയിലെ കമ്പാൽ ക്ലിനിക്കിൻ്റെയും പിന്നീട് ഷിഫ്റ്റ് ചെയ്ത ഓൾഡ് ഗോവയിലെ ഹെൽത്ത് വേ ആശുപത്രിയുടെയും ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ആരോപിക്കുന്നു. ഇന്ന് നടക്കാനിരിക്കുന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉത്തരവാദികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം ഗോവയിലെ മുഖ്യമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും ഗോവ പോലീസിനോടും നേരിട്ടും അല്ലാതെയും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇനി ഒരു ജീവനും അശ്രദ്ധ മൂലം നഷ്ടപ്പെടരുതെന്നും നീതിക്കായുള്ള പോരാട്ടം നടത്തുമെന്നും സൗമ്യ എസ്. കുമാർ പറഞ്ഞു. ചിത്രകലയിലും നൃത്തത്തിലും ഹാർമോണിയത്തിലും തബലയിലുമെല്ലാം താല്പര്യം കാണിച്ചിരുന്ന ഒരു മിടുക്കി കുട്ടിയായിരുന്നു സൗഭാഗ്യ. സൗഭാഗ്യയുടെ വേർപാട് ഗോവയിലെ മലയാളി സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കൽപ്പക അസോസിയേഷനും KMCCയും മലയാളം മിഷനും കുടുംബത്തിന് വേണ്ടുന്നതായ പിന്തുണ നൽകാൻ സന്നദ്ധത കാണിച്ചു. നീതി ലഭിക്കാതെ ഈ വിഷയം അവസാനിക്കരുതെന്ന് പിതാവ് സുനിൽ കുമാർ പറഞ്ഞു. മിരാമർ റെസിഡൻസിയിൽ GTDCയുടെ പഞ്ചനക്ഷത്ര ഹോട്ടൽ പദ്ധതിക്ക് പരിസ്ഥിതി അനുമതി. ഗോവ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മിരാമർ റെസിഡൻസിയെ പഞ്ചനക്ഷത്ര ഹോട്ടലാക്കി പുനർവികസിപ്പിക്കുന്നതിന് ഗോവ സ്റ്റേറ്റ് എൻവയൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റിയിൽ നിന്ന് പരിസ്ഥിതി അനുമതി ലഭിച്ചു. 74,087.72 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വരുന്ന ഈ പദ്ധതിയിൽ 587 ഗസ്റ്റ് റൂംസ്, റെസ്റ്റോറൻറ്റ്, ബാങ്ക്വറ്റ്, കോൺഫറൻസ് റൂമുകൾ, ഫിറ്റ്നസ് സെന്റർ, സ്പാ, സ്വിമ്മിംഗ് പൂൾ എന്നിവ ഉൾപ്പെടും. പ്രാദേശിക നിർമ്മാണ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് അനുമതി വാങ്ങണമെന്നും SCIAA നിർദ്ദേശിച്ചു. 2014 ആദ്യം നിർദ്ദേശിച്ച പദ്ധതി രേഖകളുടെ അഭാവം മൂലം വൈകിയെങ്കിലും കർശനമായ പരിസ്ഥിതി നിരീക്ഷണത്തോടെ ഇപ്പോൾ മുന്നോട്ടു പോകുന്നു. ആദിവാസി ക്ഷേമത്തിൽ സർക്കാരിനെതിരെ ഗൗഡിന്റെ രൂക്ഷ വിമർശനം. കായിക സാംസ്കാരിക മന്ത്രി ഗോവിന്ദ് ഗൗഡെ ആദിവാസി സമൂഹത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് പരസ്യമായി വിമർശിച്ചു. ട്രൈബൽ ഭവൻ പദ്ധതിയുടെ കാലതാമസം പ്രത്യേകം എടുത്തുകാട്ടി. പോണ്ടയിൽ നടന്ന പ്രേരണ ദിവസ് പരിപാടിയിൽ സംസാരിക്കവേ ആദിവാസി സമൂഹത്തിന്റെ ക്ഷമ നശിക്കുന്നുവെന്നും ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്നും ഗൗഡെ മുന്നറിയിപ്പ് നൽകി. ട്രൈബൽ വെൽഫെയർ വകുപ്പിന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്ത അദ്ദേഹം ആദിവാസി പരാതികൾ പരിഹരിക്കാൻ നിയമ ഭേദഗതികൾ ആവശ്യപ്പെട്ടു. ട്രൈബൽ ഭവൻ ആദിവാസി കുട്ടികൾക്കും ഗ്രാമീണ സമൂഹങ്ങൾക്കും വേദിയൊരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗോവയിൽ മൺസൂൺ എത്തിയതായി IMD പ്രഖ്യാപിച്ചു. ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് മെയ് 26-ന് ഗോവയിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ എത്തിയതായി പ്രഖ്യാപിച്ചു. ഇത് ജൂൺ 5-ന്റെ സാധാരണ ഷെഡ്യൂളിനേക്കാൾ 12 ദിവസം മുൻപാണ്. 2006 മെയ് 20-ന് ശേഷം ഇതാണ് ഏറ്റവും വേഗത്തിലുള്ള മൺസൂൺ വരവ്. കേരളത്തിൽ മൺസൂൺ എത്തി 24 മണിക്കൂറിനുള്ളിൽ മൺസൂൺ ഗോവയെയും മൂടി. കർണാടക, മഹാരാഷ്ട്ര, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും മൺസൂൺ വ്യാപിച്ചു. 19 വർഷത്തിനിടെ ഏറ്റവും വേഗത്തിലുള്ള മൺസൂൺ വരവാണിതെന്ന് IMD ഗോവ ശാസ്ത്രജ്ഞൻ നൌഷ് കുൽക്കർണി സ്ഥിരീകരിച്ചു. ഗോവയിൽ അടുത്തിടെ മഴയുടെ തീവ്രത വർദ്ധിച്ചിരുന്നു. ഗോവ മൺസൂണിൽ മറ്റൊരു ദുരിതയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഗോവയിലെത്തിയതോടെ കുഴികളും കുഴിച്ചെടുത്ത റോഡുകളും യാത്രക്കാർക്ക് അപകടകരമാകുന്നു. മൺസൂണിൽ റോഡ് കുഴിക്കൽ നിരോധിച്ചിട്ടും അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിട്ടില്ല. മപ്സയിൽ ഗോവ ഫുട്ബോൾ അസോസിയേഷൻ സ്റ്റേഡിയത്തിന് സമീപമുള്ള പ്രധാന റോഡിലെ വലിയ കുഴി അപകടങ്ങൾക്ക് കാരണമാകുന്നു. സാലിഗാവിൽ വൈദ്യുതി ലൈനുകൾ കൈക്കുഴിച്ച റോഡ് നന്നാക്കാതെ കിടക്കുന്നു. സമയോചിതമായ അറ്റകുറ്റപ്പണികളുടെയും ഹോട്ട് മിക്സിംഗിൻ്റെയും അഭാവം യാത്രക്കാർക്ക് മാസങ്ങളോളം അപകടകരമായ യാത്രാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.